ശ്രീജിത്തിൽ നിന്ന് തുടങ്ങാം. ശ്രീജിത്ത്, പ്രത്യക്ഷത്തിൽ ഒരാൾക്കൂട്ടം ഒത്തുകൂടി വ്യായാമ മുറകൾ പരിശീലിക്കുന്നു. അതിലെല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവരുമുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയും അബിൻ വർക്കിയും രാമേട്ടനും ഗോമതിയമ്മയും ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ വ്യായാമ കൂട്ടായ്മ വിമർശിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നവർ പറയുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള കടന്നാക്രമണം എന്നാണ്. ഇതിൻ്റെ ഗുട്ടൻസ് എന്താണ്? അതാണ് മനസ്സിലാവാത്തത് ശ്രീജിത്ത്. ശ്രീ അനിൽ, ഒരു ആരോഗ്യ കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിന് ആരും അതിനെ എതിർക്കേണ്ടെന്ന് ആവശ്യമില്ല എന്നുള്ള പക്ഷത്ത് തന്നെയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. ആ കൂട്ടായ്മ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ ആകർഷിക്കുന്നു. കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് വളരെ വലിയ രീതിയിലത്തേക്ക് നിരവധി ശാഖകളുമായിട്ട് അത് വികസിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത് പ്രധാനമാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയോ ഏതെങ്കിലും ഹിന്ദുമത നേതാക്കളോ ഒന്നും തന്നെ അല്ല ഇതിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം ആദ്യം വരുന്നതിൽ ഒന്ന് AP സുന്നി വിഭാഗത്തിൽ നിന്നാണ്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനെ തുടർന്ന് തന്നെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രത്യേകിച്ച് ശ്രീ P. മോഹനന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപമുണ്ടായി. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദു ഐക്യവേദിയുടെ ഒരു കമന്റ് പോലും നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ശ്രീ P. മോഹനനെ പോലെ സർക്കാരിൽ വലിയ സ്വാധീനമുള്ള CPM-ന്റെ ഒരു ജില്ലാ നേതാവ് എന്തുകൊണ്ടാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് വിവാദമാകുമ്പോൾ അദ്ദേഹം അടുത്ത ദിവസം തന്നെ അതിനെ പിൻവലിച്ചിട്ട് മറ്റൊരു രീതിയിലത്തേക്കൊക്കെ തന്നെ താൻ പറഞ്ഞിരിക്കുന്നതിനെ വളച്ചൊടിക്കുകയായിരുന്നു. താൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കാനായിട്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു രീതിയിലത്തേക്കുള്ള ഒരു ഭാഷ്യമൊക്കെ അതിന് അദ്ദേഹം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള പരിവേഷണം ഉണ്ടാക്കലാണ് മെക്സവൻ എന്നുള്ള ഒരു കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള പരാമർശം അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? തീവ്രവാദികളെ കൂട്ടിയിട്ടുള്ള ഏർപ്പാടാണ് ഇത് എന്ന രീതിയിലത്തേക്ക് എന്തുകൊണ്ടാണ് അഭിപ്രായം ഉണ്ടാകുന്നത്? അപ്പോൾ സർക്കാരിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, സാധാരണഗതിയിൽ നമ്മൾ ആരും തന്നെ സംശയിക്കേണ്ടതില്ലാത്ത ഒരു ആരോഗ്യ കൂട്ടായ്മയെക്കുറിച്ച് ഈ രീതിയിലത്തേക്കുള്ള സമാനമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതെന്തുകൊണ്ടാണ് ആ പരാമർശങ്ങൾ ഉണ്ടായത് എന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് നമ്മുടെ നാട്ടിലെ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അതേ കക്ഷി തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ സർക്കാരിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പ്രത്യേകിച്ച് അതിലൊരു ഉത്തരവാദിത്തമുണ്ട്. പിന്നീട് അതിനെ ഒന്ന് ലൈറ്റ് ആക്കിയതിനു ശേഷം പൊതുവേദികളിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ എന്നീ ശക്തികൾ നുഴഞ്ഞു കയറി അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ജാഗ്രത വേണം എന്നുള്ള ഒരു ആഹ്വാനം മാത്രമായിരുന്നു തൻ്റേത് എന്ന് അദ്ദേഹം പറയുകയും ജീവിതശൈലി രോഗങ്ങളെയൊക്കെ തന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യായാമ കൂട്ടായ്മയാണ് ഇത്, അതുകൊണ്ട് തന്നെ എതിർക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുതിയ രീതിയിലത്തേക്കുള്ള വ്യാഖ്യാനവുമായിട്ട് വന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് പോലും നേരത്തെ പറഞ്ഞിരിക്കുന്ന സുന്നി വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്ന കമന്റ് കൊണ്ടല്ല, നേരെ മറിച്ച് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, അതും ഭരണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, അതിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പാർട്ടി തന്നെ പലപ്പോഴും സംരക്ഷിച്ചിട്ടുള്ള അതിന്റെ ഒരു ജില്ലാ നേതാവ് പറയുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ വിവാദമാകുന്നത്. ഇനി നമ്മൾ ഈ ജനയുഗത്തിന്റെ ആ ഒരു ലേഖനത്തിലേക്ക് വന്നാൽ അതിൽ തന്നെ പറയുന്ന ചില പരാമർശങ്ങളുണ്ട്. ഏറ്റവും മോശമായ രീതിയിൽ ഈ ഒരു വിവാദം ഉപയോഗപ്പെടുത്തുന്നത് സംഘപരിവാർ സംഘടനകളാണ് എന്നാണ് പറയുന്നത്. അത് എടുത്തു പറയേണ്ടതാണ് എന്നുകൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് P. മോഹനൻ എന്ന് മുതലാണ് സംഘപരിവാറിന്റെ എടുത്തു പറയേണ്ടുന്ന ഒരു നേതാവായി മാറിയത്? അദ്ദേഹം CPM-ന്റെ നേതാവാണ്. അപ്പൊ CPI-യുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം ഉണ്ടാകുമ്പോൾ, അത് പ്രത്യേകിച്ച് അവരുടെ മുഖപ്രസംഗം തന്നെയാകുമ്പോൾ, അവരുടെ എഡിറ്റോറിയൽ പേജിൽ അത് വരുമ്പോൾ അതിൽ അവർ പറയുന്നത് സംഘപരിവാറിനെതിരെയാണ് എങ്കിൽ P. മോഹനൻ എന്ന് പറയുന്ന ഇതിനെ ഇത്രത്തോളം ചർച്ചാ വിഷയമാക്കിയിരുന്ന നേതാവ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ജനയുഗം പേരെടുത്ത് പരാമർശിക്കാത്തത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2, വർഗീയ താല്പര്യത്തോടു കൂടി ചില ആൾക്കാർ ഇതിലേക്ക് നുഴഞ്ഞു കയറിയതായിട്ടാണ് വിവാദമുണ്ടാകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ വർഗീയ താല്പര്യമുള്ളത് ഇവിടെ ആർക്കാണ്? P. മോഹനനാണോ വർഗീയ താല്പര്യം? കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അതുകൊണ്ടാണ്. ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് പോലും മറ്റുള്ള പല നേതാക്കന്മാർ, അത് രാഷ്ട്രീയ നേതാക്കന്മാരും അതേപോലെ തന്നെ സമുദായങ്ങളും അവർ പറഞ്ഞതിന് ശേഷമാണ്. പിന്നീടാണ് എനിക്ക് തോന്നുന്നത് അതിനെ ന്യായീകരിക്കാനാണ് സമസ്ത പോലും പിന്നീടാണ് ഈ ചിത്രത്തിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള നേതാക്കന്മാർ, VK ശ്രീകണ്ഠനെ പോലെയുള്ള നേതാക്കന്മാർ, ഇവരെല്ലാവരും തന്നെ പിന്നീടാണ് വരുന്നത്. അഹമ്മദ് ദേവർകോവിൽ. പിന്നീട് ഈ ലേഖനത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് ഈ സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ളവർ, ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ, ഇവരെല്ലാവരും എല്ലായിടത്തും നുഴഞ്ഞു കയറി അവരുടെ താല്പര്യങ്ങൾ
വളരെ ഗൂഢമായിട്ട് പ്രചരിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് പറയുന്നു. അപ്പൊ വീണ്ടും ഇവിടുത്തെ ചോദ്യം, ഇതിൽ ഏത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ന്യൂനപക്ഷ വർഗീയ ശക്തികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇസ്ലാം സംഘടനയാണെങ്കിൽ, ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയാണെങ്കിൽ, ഈ രണ്ടാൾക്കാരും പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രചാരം ഈ വിഷയത്തിന് നൽകിയിരുന്നത് പി മോഹനൻ മാഷാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് അവരോട് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ സത്യത്തിൽ ഈ ജനയുഗത്തിലെ ലേഖനം ആർക്കെതിരെയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ RSS എന്ന് പറയുന്ന ഒരു സംഘടനയെ, അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു സംഘടനയെ പേരെടുത്ത് വിമർശിക്കുമ്പോൾ ആ സംഘടനയ്ക്കായിരുന്നില്ല ഇതിന്റെ ഉത്തരവാദിത്തം. നേരെ മറിച്ച് ഇത് പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും പി മോഹനനായിരുന്നു എന്നുള്ള ഒരു വസ്തുത ജനയുഗം മറച്ചു പിടിക്കുകയാണോ, അതോ അത് നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ, ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നവർ പറയുകയാണോ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ആരോഗ്യ കൂട്ടായ്മയാണ്, ഒരു വ്യായാമ കൂട്ടായ്മയാണ് എങ്കിൽ നമ്മൾ ആരും തന്നെ അതിനെ എതിർക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ ഗുരുതരമായിട്ടുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് വളരെ വലിയ രീതിയിലത്തേക്ക് അത് സ്പ്രെഡ് ആകുന്നുണ്ട്. അതിൽ തന്നെ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ജാതിയും മതവും ഒന്നും ചോദിക്കാറില്ല എന്ന് പറയുന്നു, നല്ല കാര്യം. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാമെന്ന് പറയുന്നു, നല്ല കാര്യം. അത് പൊതുസ്ഥലങ്ങളിലാണ് നടത്തുന്നത്, നല്ല കാര്യം. ഫ്രീ ആണ് എന്ന് പറയുന്നു, നല്ല കാര്യം. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിപ്പിന് ചെലവുകൾ ഉണ്ടാവും. അപ്പൊ ആ ചെലവുകൾ കണ്ടെത്തുന്ന മാർഗം എന്താണ് എന്നുള്ളത് ട്രാൻസ്പെറൻസി മുൻനിർത്തി അത് വിശദീകരിക്കാനായിട്ട് ഇതിന്റെ സംഘാടകർ തയ്യാറാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തന്നെയുമല്ല, ആദ്യ ദിവസങ്ങളിൽ ഇത് വിവാദമാകുന്ന സമയത്ത് പോലീസിന്റെ ഒരു എൻക്വയറിയെ പറ്റി മാധ്യമങ്ങളടക്കം പറയുമ്പോൾ, അല്ലെങ്കിൽ പല ആൾക്കാരുടെയും പ്രതികരണത്തിൽ ഇത് വരുന്ന സമയത്തൊക്കെ തന്നെ ഈ സംഘടന സ്ഥാപിച്ചിരിക്കുന്ന സലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി അടക്കം തന്നെ പറയുന്നുണ്ട്, പുതിയ സെന്ററുകളൊക്കെ വരുന്ന സമയത്ത് പോലീസിന്റെ ഇന്റലിജൻസ് ഒക്കെ ഈ വിഷയം അന്വേഷിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്റലിജൻസ് നടത്തുമ്പോൾ രഹസ്യ അന്വേഷണം ആയിരിക്കണം അത് നടത്തുന്നത്. പക്ഷെ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാകാം, ആ രീതിയിലത്തേക്കൊക്കെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പിന്നെയും അത് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് അനുവാദം ലഭിക്കുന്നുണ്ട് എങ്കിൽ സർക്കാർ ഇതിനെപ്പറ്റി, പോലീസ് സംവിധാനം, ഇന്റലിജൻസ് ഒക്കെ തന്നെ അന്വേഷിച്ചിട്ട് കുഴപ്പമില്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കുഴപ്പമില്ല എങ്കിൽ പിന്നെ പി മോഹനൻ ഇത് പറയുന്നതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് അറിയുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ വെറുതെ ഇവരുടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി മാറിയിരിക്കുന്നതിന് പകരം സർക്കാർ, പോലീസ്, ഇന്റലിജൻസ് ഒക്കെ ചെയ്യേണ്ടത് പി മോഹനനോട് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ആധാരമായ, അതിനടിസ്ഥാനമായിട്ടുള്ള സാഹചര്യം എന്താണ് അദ്ദേഹത്തിനുള്ള പ്രൈവറ്റ് ഇൻഫർമേഷൻ എന്നതിനെക്കുറിച്ച് പറയണമായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ചോദിക്കാനുള്ളത്, മെക്സവനോട് തന്നെയാണ്. അതായത് ഇവർക്കെതിരെ വളരെ മോശമായ രീതിയിലത്തേക്കുള്ള പരാമർശങ്ങൾ, അതായത് ഇതൊരു വർഗീയ സംഘടനയാണ് എന്ന രീതിയിലോ, മതരാഷ്ട്രവാദം ഉയർത്തുന്ന ആൾക്കാരാണ് ഇത് പിന്നിൽ നിന്നോ, നിരോധിക്കപ്പെട്ട സംഘടനയിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ ഒരു പുതിയ റീലോഞ്ചിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു എന്ന പേരിലോ, അല്ലെങ്കിൽ ഇത് ശരിയായ അർത്ഥത്തിൽ തുടങ്ങിയിരിക്കുന്ന ഒരു സംഘടനയെ മറ്റു ചില ആൾക്കാർ ഇതിനെ ഹൈജാക്ക് ചെയ്തു എന്ന രീതിയിലത്തേക്കോ ഉള്ള പല തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മൾ കണ്ടു. അത് ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് രഹസ്യമല്ല. പി മോഹനൻ അടക്കമുള്ള, അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരടക്കം ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ കണ്ടു. ഈ വ്യക്തികളുടെ പേരും നമുക്കറിയാം. ഞാൻ പറയുന്നത്, നിങ്ങൾ സതുദ്ദേശപരമായി തുടങ്ങിയിരിക്കുന്ന ഒരു സംഘടനയെക്കുറിച്ച് ഈ രീതിയിലത്തേക്കുള്ള വർഗീയ പ്രചരണം ഉണ്ടാകുമ്പോൾ, മോശമായിട്ടുള്ള പരാമർശം ഉണ്ടാകുമ്പോൾ, ദേശവിരുദ്ധതയും മതരാഷ്ട്രവാദവുമാണ് നിങ്ങളുടെ അജണ്ട എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് തയ്യാറാകാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം നമ്മളൊരു ഓർഗനൈസേഷൻ നടത്തുകയാണ്, സതുദ്ദേശപരമായിട്ട് നമ്മളത് നടത്തുകയാണ്, അതിനെതിരെ കുറെ അധികം മോശമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. വിമർശിക്കുക എന്ന് പറഞ്ഞതിൽ തെറ്റില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ മതരാഷ്ട്രവാദമാണ്, അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ആൾക്കാർക്ക് വീണ്ടും അവരുടെ പ്രവർത്തന മേഖലകളിലേക്കൊക്കെ തന്നെ വ്യാപൃതരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒളിച്ചുകടത്തൽ കേന്ദ്രമാണിത് എന്ന രീതിയിലത്തേക്കുള്ള പരാമർശങ്ങൾ വരുമ്പോൾ, ആ പരാമർശങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതോ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ കാര്യത്തിനെ പറ്റി വ്യക്തത വരുത്തുന്നതും അവർ തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് വളരെ വലിയ രീതിയിലത്തേക്ക് വളരെ പെട്ടെന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ സൽപ്പേര് നിലനിർത്തുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന ആൾക്കാർക്കല്ല, സർക്കാരിനല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, മതസംഘടനകൾക്കല്ല, മറിച്ച് ആ സംഘടനയ്ക്ക് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് ക്ലിയർ ആയി പുറത്തു വരിക എന്നുള്ളതിന്റെ ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അന്വേഷണത്തിനെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് തങ്ങളെ മോശക്കാരായി ചിത്രീകരിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യവും പ്രസക്തമാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇതിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണം ഉണ്ടാകുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതായത് തെറ്റായ രീതിയിലത്തേക്കുള്ള പ്രചരണങ്ങൾ ഉണ്ടാകാതിരിക്കാനും, ഇത് ഇവരുടെ ക്ലീൻ ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എങ്കിൽ അതിനെപ്പറ്റി പൊതുസമൂഹത്തിൽ കൂടുതലായിട്ട് അറിയുന്നതിനും, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും അതിൽ പങ്കെടുക്കുന്നതിനും, സംശയലേശമന്യേ പങ്കെടുക്കുന്നതിനും അത് വഴിയൊരുക്കും. അതിന് സർക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോഴും തയ്യാറാകാത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം.